ഞങ്ങൾ ഇന്ന് കളിയടക്ക ഉണ്ടാക്കാനാണ്. ഞാൻ അരിപ്പൊടി കൊണ്ട് പുട്ടിൻ്റെ പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നേരത്തെയൊക്കെ ചുമന്ന കുത്തരിയുടെ വെള്ളത്തിൽ ഇട്ടായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം അരിപ്പൊടി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ചുമന്നുള്ളി, വെളുത്തുള്ളി, ജീരകം, കുറച്ച് തേങ്ങായ, ഉപ്പ്, പിന്നെ അതിന് ചേർക്കാനുള്ള എള്ള്, പിന്നെ ഒരു ശകലം കുരുമുളക് പൊടി ഞാൻ ചേർത്ത് അതിനായി എടുത്ത് വെച്ചിരിക്കും. ഇനി തേങ്ങ എല്ലാം അരച്ച് ഇച്ചിരി ചൂടുവെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട്. അത് കുഴയ്ക്കാൻ ഇനി അരച്ചിട്ട് കാണിക്കും. ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ശകലം കുരുമുളക് പൊടി ഇതിന് ചേർക്കുന്നുണ്ട്. ബാക്കി നമ്മുടെ അരച്ച് വെച്ച് അരപ്പ് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ അരച്ചത് ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ചേർത്ത്. ഇനി ഇതിന് കുറച്ച് വെള്ളം ചേർക്കുക. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ എള്ള് കൂടി ഇതിനകത്ത് ചേർത്ത് ഇനി നന്നായിട്ട് ഇത് ഇളക്കണം. കളിയടയ്ക്കായ്ക്കുള്ള മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉരുട്ടി ഉണ്ടാക്കുമ്പോൾ കാണിക്കും. 5 മിനിറ്റ് ഇത് ഇവിടെ ഇരിക്കട്ടെ. ഞാൻ കളിയടയ്ക്കായി ഉരുട്ടാൻ പോവുകയാണ്. അത് ഉരുട്ടാൻ ഒരു പാത്രത്തിൽ ഇച്ചിരി എണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ അടിയും പറ്റിപ്പിടിക്കും ഉരുട്ടി വെക്കുമ്പോൾ. ഇനി ഇത് കുറച്ച് ഉരുട്ടി വെച്ച് കഴിഞ്ഞിട്ട് അടുപ്പിൽ തീ കത്തിക്കാമെന്ന് വെച്ച്. ഇങ്ങനെ ചെറുതായിട്ട് നമ്മുടെ കളിയടയ്ക്ക് കുറച്ച് ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അതിനി എണ്ണയിലോട്ടിടുകയാണ്. ഇപ്പോഴേ ഇത് ഇളക്കത്തില്ല. കുറച്ച് കഴിയുമ്പോൾ അവർ ഇത് എണ്ണയിൽ ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞിട്ട് അത് ഇത് ഇളക്കത്തുള്ളൂ. കളിയടയ്ക്കാൻ ആദ്യത്തെ ട്രിപ്പ് മൂത്ത് ഞാൻ കോരുകയാണ്. ഇനി അടുത്തത് ഇടാൻ പോവുക. ഇത് 2 സൈസായിട്ടാണ് ഇത് ചെയ്തത്. കുറച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഈ നീളത്തിൽ. ഇതിന് കനക്കുറവായതുകൊണ്ട് അത് പകുതി മൂത്ത ഇതിടത്തുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ കളിയടയ്ക്ക എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്.